ഹലോ, ഫോർ ലാംഗ്വേജ് അക്കാദമി അവതരിപ്പിക്കുന്ന 30-ഡേ ചലഞ്ചിൻ്റെ 8-ഡേ ചലഞ്ചാണ്. 8 ചലഞ്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 30-ഡേ ചലഞ്ച് എന്ന് പറയുന്നത് പേപ്പർ 1-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 ഏരിയാസ് കവർ ചെയ്യുന്ന 30-ഡേ ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനാലിസിസുമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് 1 സ്വയംപ്രഭ ചാനൽ നമ്പർ, ദെൻ തീം. ലിസ്റ്റ് 2 തീം എന്നുള്ളത്. സോ സ്വയംപ്രഭയുടെ കുറച്ച് ചാനൽസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീം അല്ലെങ്കിൽ ഈ ചാനൽ ഏത് ഏരിയ സ്പെസിഫിക് ആയിട്ടുള്ള ചാനലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക, ഏതൊക്കെ ചാനലാണ് തന്നിട്ടുള്ളത് നോക്കുക, ഇതിൻ്റെ ആൻസർ എന്താണ്, ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം. നോക്കാം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്. ചാനൽ 3 പ്രബോധ്, ചാനൽ 4 സരസ്വത്, ചാനൽ 5 പ്രബന്ധൻ, ദെൻ ചാനൽ 6 വിധിക്ക്. ഇങ്ങനെയുള്ള 4 ചാനലാണ് തന്നിട്ടുള്ളത്. കറസ്പോണ്ടിങ് ആയിട്ട് എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, ലോ ആൻഡ് ലീഗൽ സ്റ്റഡീസ്, ദെൻ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ് എന്നുള്ള 4 ഏരിയാസ് അല്ലെങ്കിൽ തീമും തന്നിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ആൻസർ? ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ജൂൺ 2024 ചോദിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ ആൻസർ അറിയുന്നൊരു ആൻസർ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഏരിയ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്വയംപ്രഭ എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകിച്ച് 2019 ശേഷം ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് സ്വയംപ്രഭ എന്നുള്ള പേപ്പർ 1-ൻ്റെ ഈ ഒരു ഏരിയ. ഇതും അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ICT ഇങ്ങനെയുള്ള എല്ലാ ഏരിയ ആയിട്ടും കൊളാബറേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മെർജ് ചെയ്ത് വരുന്ന ഒരു ഏരിയയാണ് സ്വയംപ്രഭ എന്നുള്ളത്. സോ ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ എപ്പോഴും ചാൻസ് കൂടുതലാണ് എന്ന് അറിഞ്ഞിരിക്കുക. എന്താണ് സ്വയംപ്രഭ? ഓക്കെ, സ്വയംപ്രഭ എന്താണെന്ന് നോക്കാം. സ്വയംപ്രഭ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് 40 DTH ചാനൽസ് ഡിവോട്ടഡ് ടു ടെലികാസ്റ്റിംഗ് ഓഫ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഓൺ 24/7 ബേസിസ് യൂസിങ് GSAT 15 സാറ്റലൈറ്റ്. ഓക്കെ, സ്വയംപ്രഭ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, സ്വയംപ്രഭ എന്ന് പറയുന്നത് ഒരു 40 DTH ചാനൽസ് ആണ്. 40 DTH ചാനൽസ് ഇപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അതിനകത്ത് മൊത്തം നമ്പേഴ്സ് ചാനൽസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 40 DTH ചാനൽ ഡിവോട്ടഡ് ടു ടെലികാസ്റ്റിംഗ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 40 DTH ചാനൽസ് ആണ് സ്വയംപ്രഭ എന്നുള്ളത്. 24/7 ബേസിസിലാണ് ഈ ചാനൽസിനകത്ത് കണ്ടന്റുകൾ ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ GSAT 15 എന്നുള്ള സാറ്റലൈറ്റ് ആണ് ഇതിന് യൂസ് ചെയ്യുക എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. ചാനൽസ് ആർ അപ്ലിങ്ക്ഡ് ഫ്രം ബിസാഗ് ഗാന്ധിനഗറിലെ ബിസാഗിൽ വെച്ചിട്ടാണ് ഈ ചാനൽസിൽ അപ്ലിങ്ക് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കണ്ടന്റ്സ് ആർ പ്രൊവൈഡഡ് ബൈ NPTEL, IITs, UGC, CEC, IGNOU, NCERT ആൻഡ് NIOS. ഇവരൊക്കെയാണ് ഇതിൻ്റെ കണ്ടന്റുകൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓർത്തിരിക്കുക, NPTEL, അതുപോലെ തന്നെ IITകൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പല IITകളും, അതുപോലെ UGC, CEC, IGNOU, NCERT, NIOS പോലുള്ള ഇങ്ങനെയുള്ള ബോഡീസാണ് ഇതിൻ്റെ കണ്ടന്റ് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത്. നെക്സ്റ്റ് വണ്ണാണ് ഇൻഫ്ലിബിനെറ്റ് സെൻറ്റർ ആണ് ഇതിൻ്റെ വെബ് പോർട്ടൽ മാനേജ് ചെയ്യുന്നതാണ് ഇൻഫ്ലിബിനെറ്റ് എന്നുള്ളത്. ഇൻഫർമേഷൻ ലൈബ്രറി നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന ഇൻഫ്ലിബിനെറ്റ് എന്നുള്ള ഈ ഒരു സെൻറ്ററാണ് ഇതിൻ്റെ വെബ് പോർട്ടൽ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ DTH ചാനൽസ് കവർ ദി ഫോളോയിങ്. ഈ ഏരിയാസ് ഒക്കെയാണ് പ്രധാനമായിട്ട് ഈ ചാനൽസ് കവർ ചെയ്യുന്നത്. ഒന്ന് ഹയർ എഡ്യൂക്കേഷൻ ആണ്. ഉന്നത വിദ്യാഭ്യാസ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാനലുകളുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ ഉണ്ട്. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള 9 to 12 ലെവലിലുള്ള കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കരിക്കുലം ബേസ്ഡ് കോഴ്സസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള കരിക്കുലത്തിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുന്ന കണ്ടന്റ് ചാനലുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാം, എഞ്ചിനീയറിങ്, മെഡിസിൻ പോലുള്ള ഫീൽഡിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, അതുമാത്രമല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ചാനൽസുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്കീമാണ് സ്വയംപ്രഭ എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സ്വയംപ്രഭയും തമ്മിലുള്ള ഡിഫറൻസ് അറിഞ്ഞിരിക്കുക.
ഇതാണ് സ്വയംപ്രഭ എന്നുള്ള ഈ ഒരു ഏരിയ. ഇതിനകത്ത് വരുന്ന ചാനൽസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 40ഓളം ചാനൽസ് ഉണ്ട്. 40 ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം 40 ചാനൽസ് ആണ് സ്വയംപ്രഭയിലുള്ളത്. അതിൻ്റെ ഫസ്റ്റ് ചാനലാണ് വഗീഷ് എന്ന് പറയുന്ന ചാനൽ വഗീഷ് ആണ് ആദ്യത്തെ ഒരു ചാനൽ. വഗീഷ് എന്നുള്ള ചാനലാണ് ചാനൽ 1. അത് മാനേജ് ചെയ്യുന്നത് CEC ആണ്, CEC ന്യൂഡൽഹി. വഗീഷ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജും ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളാണ് വഗീഷ് എന്നുള്ള ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തൊന്നാണ് സംസ്കൃതി എന്നുള്ളത്. അത് മാനേജ് ചെയ്യുന്നത് CEC ന്യൂഡൽഹിയാണ്. സംസ്കൃതി എന്ന് പറയുന്നത് ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് ഫിലോസഫി, ഹിസ്റ്ററി അതുപോലെ തന്നെ കൾച്ചർ, ഫിലോസഫി പോലുള്ള ഏരിയയാണ് സെക്കൻഡ് ചാനലായിട്ടുള്ള സംസ്കൃതി കവർ ചെയ്യുന്നത്. ചാനൽ 3 ആണ് പ്രബോധ് എന്നുള്ള ചാനൽ. പ്രബോധ് എന്നുള്ളതാണ് അടുത്തൊരു ചാനൽ. അത് മാനേജ് ചെയ്യുന്നത് CEC ന്യൂഡൽഹിയാണ്. പ്രബോധ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് ഈ ഒരു മൂന്നാമത്തെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത 4th ചാനൽ എന്ന് പറയുന്നത് സരസ്വതാണ്. സരസ്വത് എന്ന് പറയുന്നത് CEC ന്യൂഡൽഹിയാണ് അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ സരസ്വത് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ്, എഡ്യൂക്കേഷനും ഹോം സയൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് സരസ്വത് എന്നുള്ള ചാനലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ചാനൽ 5 ആയിട്ടുള്ളതാണ് പ്രബന്ധൻ എന്നുള്ളൊരു ചാനൽ. പ്രബന്ധൻ എന്നുള്ളൊരു ചാനലാണ് ചാനൽ 5. അതിൻ്റെ നെയിമാണ് പ്രബന്ധൻ എന്നുള്ളത്. അതും CEC ന്യൂഡൽഹിയാണ്. അത് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ്, മാനേജ്മെൻറ്റ് പോലെയുള്ള ഏരിയാസാണ് പ്രബന്ധൻ എന്നുള്ള ചാനൽ കവർ ചെയ്യുന്നത്. അടുത്തൊരു ചാനൽ 6 ആണ് വിധിക്ക് എന്നുള്ളതാണ് ചാനൽ. ആ ചാനൽ മാനേജ് ചെയ്യുന്നതും CEC ന്യൂഡൽഹിയാണ്. ലോ ആൻഡ് ലീഗൽ സ്റ്റഡീസ്, ലോ ആയിട്ട് ബന്ധപ്പെട്ട്, നിയമവുമായിട്ട് ബന്ധപ്പെട്ട്, ലീഗൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളാണ് വിധിക്ക് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ചാനൽ 7 എന്ന് പറയുന്നത് കൗഡില്യാണ്. കൗഡില്യ എന്നുള്ള ചാനലാണ് മാനേജ് ചെയ്യുന്നത് CEC ന്യൂഡൽഹിയാണ്. കൗഡില്യ എന്ന് പറയുന്നത് എക്കണോമിക്സും കൊമേഴ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്കണോമിക്സ് അതുപോലെ തന്നെ കൊമേഴ്സ് ഈ ഒരു സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലുകളാണ് ചാനൽ നമ്പർ 7 ആയിട്ടുള്ള കൗഡില്യ. ദെൻ ചാനൽ 8 എന്ന് പറയുന്നത് ആര്യഭട്ടാണ്. ആര്യഭട്ട് എന്നുള്ള ചാനൽ ഫിസിക്സ് ആൻഡ് എർത്ത് സയൻസ്, ഫിസിക്സ് അതുപോലെ തന്നെ എർത്ത് സയൻസ് അറിയാലോ ആര്യഭട്ട എന്നുള്ള ഈ കീവേഡ്സ് യൂസ് ചെയ്താൽ മതി കേട്ടോ. കീവേഡ്സ് യൂസ് ചെയ്താണ് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. CEC ന്യൂഡൽഹിയാണ് അത് മാനേജ് ചെയ്യുന്നത്. ചാനൽ 9 എന്ന് പറയുന്നത് സ്പന്ദനാണ്. സ്പന്ദൻ എന്നുള്ള ചാനൽ CEC ന്യൂഡൽഹിയാണ് ആ ഒരു ചാനലും. ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, ലൈഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് ഈ ഒരു ചാനലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. 10ാമത്തെ ചാനലാണ് ദക്ഷി എന്നുള്ള ചാനലാണ് അപ്ലൈഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. CEC ന്യൂഡൽഹിയാണ്. ഇതാണ് ഏറ്റവും ഈ 40 ചാനലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ 10 ചാനലുകളാണ്. ഓരോ ചാനലിനും സെപ്പറേറ്റ് നെയിം ഉണ്ട്. അതിൻ്റെ സബ്ജക്റ്റ് ഏതാണെന്നുണ്ട്. ആ നെയിമും സബ്ജക്റ്റും കൂടി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. സരസ്വതി എന്ന് പറയുന്നത് അറിയാലോ, സരസ്വതി എന്ന് പറയുന്നത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈമാണ് സരസ്വതി എന്നുള്ള. വിധി എന്ന് പറയുന്നത് കൗഡില്യ, ആര്യഭട്ട്, പ്രബോധ്, സംസ്കൃതി ഇങ്ങനെയുള്ള ഈ ചാനലിൻ്റെ പേരിൽ തന്നെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ അത് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും. പിന്നെ അതുപോലെ തന്നെ ഈ ചാനലിൻ്റെ നെയിം ഏതൊക്കെയാണ് എന്നുള്ളത്, നെയിമും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറും 1 ഏത് 2 ഏത് 3 ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അതും മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ചാനലിൻ്റെ നമ്പറും ചാനലിൻ്റെ നെയിമും കൂടെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാനലിൻ്റെ നെയിമും ചാനലിൻ്റെ സബ്ജക്റ്റുമായിട്ട് മാച്ച് ദ ഫോളോയിങ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ചാനൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 40 ചാനൽസ് ഉണ്ട് എന്നുള്ളത്. ബാക്കിയുള്ള ചാനൽസും ഇതിനകത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനങ്ങനെ സെപ്പറേറ്റ് നെയിമൊന്നുമില്ല. പക്ഷേ ചാനൽസ് ആരാണ് അതിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളത്, ഓരോ ചാനലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാണ്, അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ് എന്നുള്ളത്, ഇതാണ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഓരോ ചാനൽ ഏതാണ്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ദെൻ
അടുത്ത ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും IIT-കളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനൽ നമ്പർ 21 മുതൽ ചാനൽ നമ്പർ 30 വരെയുള്ള ചാനലുകൾ മാനേജ് ചെയ്യുന്നത് IIT-കളാണ്. IIT ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൽഹി, ഗാന്ധിനഗർ, കാൺപൂർ, ഖരഗ്പൂർ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള IIT-കളാണ് ഈ ചാനൽസിനെ മാനേജ് ചെയ്യുന്നത്. സോ അറിയാലോ, IIT-കൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളാണ്, എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകളാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനൽസ്, നമ്പർ എന്നുള്ളതും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളതും അതിൻ്റെ സബ്ജക്റ്റ് ഏതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ദെൻ ചാനൽ 31 ടു ചാനൽ 40 എന്നുള്ളത് ഞാൻ പറഞ്ഞു 40 ചാനലാണ് മൊത്തം ഉള്ളത്. മൊത്തം നമ്പർ ഓഫ് ചാനൽസ് എന്നുള്ളത് 40 ആണ്. അതിൽ വ്യാസ് എന്നുള്ളതാണ് 14th ചാനൽ. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് നെയിം ഉണ്ട്. വ്യാസ് എന്നുള്ളതാണ് ആ ചാനലിൻ്റെ നെയിം. വ്യാസ് എന്നുള്ളതാണ് ചാനൽ 40. 40th ചാനലാണ് വ്യാസ് എന്നുള്ളത്. മാനേജ് ചെയ്യുന്നത് ന്യൂഡൽഹി CEC ആണ്. ജനറൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റ് ആണ് വ്യാസ് എന്നുള്ള ഈ ഒരു ചാനലിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാതെ 31 മുതൽ 39 വരെയുള്ള ചാനൽ, 31, 38 വരെയുള്ള ചാനൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നത് IIT-കളാണ്. ഡിഫറെൻ്റ് IIT-കളാണ്. IIT-കൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് അതിനകത്തുള്ളത്. ഞാൻ ചാനൽ 39 യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയാണ്. ആർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈക്ക് പെർഫോമിംഗ് ആർട്സ്, ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്, ഡാൻസ്, തിയേറ്റർ ആർട്സ്, ഫിലിം മേക്കിംഗ്, പെയിൻറ്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കണ്ടന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ചാനലാണ് ചാനൽ നമ്പർ 39 യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് മാനേജ് ചെയ്യുന്ന ചാനൽ. സോ ഇതാണ് 40 ചാനലുകളുടെ ലിസ്റ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പ്രീവിയസ് ഇയർ ലിസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ആദ്യത്തെ 10 ചാനൽസിൻ്റെ പേരും ആ ചാനൽസിൻ്റെ നമ്പറും ആ ചാനൽസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഏറ്റവും അവസാനം പറഞ്ഞ ചാനൽ 14, 40th ചാനൽ വ്യാസ് എന്നുള്ള ചാനൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള ജനറൽ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. ഇതാണ് സ്വയംപ്രഭയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. സ്വയംപ്രഭ എന്താണ് എന്നുള്ളത്, എന്തൊക്കെ ടൈപ്പ് കണ്ടന്റുകളാണ് സ്വയംപ്രഭക്ക് അവൈലബിൾ ആയിട്ടുള്ളത്, ആരാണ് ഈ ചാനൽസ് എല്ലാം മാനേജ് ചെയ്യുന്നത് എന്നുള്ളത്, ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനൽസ്, ഏതാണ് ചാനൽ നമ്പർ, ചാനലിൻ്റെ നെയിം, ആ മാനേജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതാണ്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതാണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ, ആ ആദ്യം കണ്ട ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ, ജൂൺ 2024 ആ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്തായിരിക്കും? ചാനലിൻ്റെ നമ്പർ, അതുപോലെ തന്നെ ചാനലിൻ്റെ തീം ഏതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നു? ചാനൽ 3 ആയിട്ടുള്ള പ്രബോധ്, ചാനൽ 4 ആയിട്ടുള്ള സരസ്വത്, ചാനൽ 5 ആയിട്ടുള്ള പ്രബന്ധൻ, ചാനൽ 6 ആയിട്ടുള്ള വിധിക്ക്. ഇങ്ങനെയുള്ള 4 ചാനലും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീം അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ആൻസർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തായിരിക്കും ആൻസർ? യെസ്, 3 എന്നുള്ളതാണ് ആൻസർ. 3 എന്ന് പറയുന്നത്, അതായത് ചാനൽ 3 എന്ന് പറയുന്നത് പ്രബോധ് എന്ന് പറയുന്ന ചാനൽ. എന്തായിരിക്കും പ്രബോധ് എന്ന് പറയുന്നത്? പ്രബോധ് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആൻഡ് ബിഹേവിയറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാനലാണ് പ്രബോധ് എന്നുള്ളത്. സരസ്വത് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കീവേഡ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ സരസ്വത് എന്നുള്ള ടൈം ഐഡന്റിഫൈ ചെയ്യുക. സരസ്വത് എന്നുള്ളത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എഡ്യൂക്കേഷൻ ആൻഡ് ഹോം സയൻസ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് പ്രബന്ധൻ എന്നുള്ളത്. പ്രബന്ധൻ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാനലാണ് പ്രബന്ധൻ എന്നുള്ളത്. ലാസ്റ്റ് വൺ ആണ് വിധിക്ക് എന്നുള്ളത്. വിധി എന്ന് പറയുന്നത് ലോ അല്ലെങ്കിൽ ലീഗൽ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സ് കണ്ടന്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ചാനലാണ് വിധിക്ക് എന്നുള്ള ചാനൽ 6. അറിഞ്ഞിരിക്കുക ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാനൽസ് എന്നുള്ളതും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തീം എന്താണ് എന്നുള്ളതും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നതാണ് 3 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വാട്ട് അമംഗ് ദ ഫോളോയിങ് ഇൻകറക്റ്റ് അബൌട്ട് സ്വയംപ്രഭ? സ്വയംപ്രഭ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്, കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് എന്താണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉള്ളത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ശ്രീ അബ്ദുൽ കലാം ആസാദ്. ദെൻ സാറ്റലൈറ്റ് ഈസ് യൂസ്ഡ് ഫോർ ടെലികാസ്റ്റിംഗ് ദി എഡ്യൂക്കേഷണൽ കണ്ടന്റ് ത്രൂ DTH ചാനൽസ്. വെബ് പോർട്ടൽ ഓഫ് സ്വയംപ്രഭ ഈസ് മെയിൻറ്റൈൻഡ് ബൈ ഇൻഫ്ലിബ്നെറ്റ് ഗുജറാത്ത്. Then contents for Swayamprabha are provided by NPTEL, IIT, UGC, CEC and IGNOU. ഇങ്ങനെയുള്ള 4 സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇതിൻ്റെ ആൻസർ എന്താണ്? ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഇൻകറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ എപ്പോഴും ശ്രദ്ധിക്കുക, കറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത് അതോ ഇൻകറക്റ്റ് ആണോ ചോദിച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ സ്വയംപ്രഭ എന്നുള്ളതാണ്, സ്വയം എന്ന് മാത്രം കാണരുത്, സ്വയംപ്രഭ രണ്ടും രണ്ടാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സ്വയം വേറെ, സ്വയംപ്രഭ വേറെ. സോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കുക. എന്താണ് ഇതിൻ്റെ ആൻസർ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളത്.
ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ശ്രീ അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദാണ് ഈ ഒരു സ്വയംപ്രഭ ലോഞ്ച് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അബ്ദുൽ കലാം ആസാദാണോ ലോഞ്ച് ചെയ്തിട്ടുള്ളത്? ഏത് വർഷമാണ് സ്വയംപ്രഭ ലോഞ്ച് ചെയ്തിട്ടുള്ളത്? അറിഞ്ഞിരിക്കുക, അബ്ദുൽ കലാം ആസാദ് അല്ല, പ്രണബ് മുഖർജിയാണ് സ്വയംപ്രഭ എന്നുള്ള ഈ ഒരു ചാനലിൽ, സ്വയംപ്രഭ എന്നുള്ള ഈ ഒരു സ്കീം, ഈ ഒരു ഇനീഷ്യേറ്റീവ്, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള സ്വയംപ്രഭ ഇനീഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് അബ്ദുൽ കലാം ആസാദ് അല്ല, പ്രണബ് മുഖർജിയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, എഡ്യൂക്കേഷൻ ടെലികാസ്റ്റിംഗ് ആണ്, DTH ചാനൽസ് ഉപയോഗിച്ച് കറക്റ്റാണ്. വെബ് പോർട്ടൽ മാനേജ് ചെയ്യുന്നത് ഇൻഫ്ലിബിനെറ്റ് ആണ്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലിബിനെറ്റ് ഗുജറാത്ത് ഗാന്ധിനഗറിലെ ഇൻഫ്ലിബിനെറ്റ് ആണ് മാനേജ് ചെയ്യുന്നത്. കണ്ടൻസ് പ്രൊവൈഡഡ് ബൈ NPTEL, IIT, UGC, CC ആൻഡ് IGNOU. ഇവരൊക്കെയാണ് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അബ്ദുൽ കലാം ആസാദ് ലോഞ്ച് ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. സോ ഇതാണ് സ്വയംപ്രഭയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇത് മാത്രമല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആയിട്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സോ സ്വയംപ്രഭ എന്നുള്ളൊരു ഏരിയയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്.